നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് വൈറസുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും ഹെപ്പറ്റൈറ്റിസ് ബി, സി വിഭാഗങ്ങളെക്കുറിച്ച്, ഹെപ്പറ്റൈറ്റിസ് പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ കെ സന്ദേശാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. എന്താണ് ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ എന്താണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്? ഹെപ്പറ്റൈറ്റിസ് എന്നാൽ കരളിന് വരുന്ന അണുബാധയാണ് ഉദ്ദേശിക്കുന്നത്. ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തിൽ കൂടുതൽ നിലനിൽക്കുന്ന അണുബാധയ്ക്കാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E എന്നീ 5 തരങ്ങളാണ് സാധാരണയായി കാണുന്നത്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വെള്ളത്തിലൂടെയും മലിനമായ ഭക്ഷ്യവസ്തുക്കളിലൂടെയാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി എന്നീ അണുക്കൾ രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയാണ് പകരുന്നത്. ഡോക്ടർ, ഹെപ്പറ്റൈറ്റിസ് വൈറസ് എത്ര തരമാണ്? അതുപോലെ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E എന്നീ 5 തരം വൈറസുകളാണ് ഉള്ളത്. അതിൽ ഹെപ്പറ്റൈറ്റിസ് എയും ബിയും ആണ് രക്തത്തിലൂടെ പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി ആണ് രക്തത്തിലൂടെ പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വെള്ളത്തിലൂടെയും ഭക്ഷ്യവസ്തുക്കളിലൂടെയാണ് പകരുന്നത്. ഡോക്ടർ, ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ എത്രത്തോളം അപകടകരമാണ്? അതുപോലെ ഏതെല്ലാമാണ് കൂടുതൽ അപകടകരമായിട്ടുള്ളത്? ഇതിൽ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് വരുത്തുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുമാണ്. അപ്പോൾ ഇത് കാലക്രമേണ കരളിന് കേടുപാടുകൾ വരുത്തുകയും സിറോസിസ്, കരളിലെ ക്യാൻസർ എന്നീ അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം. നേരെ മറിച്ച് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും താരതമ്യേന കുറഞ്ഞ സമയങ്ങൾ മാത്രമേ, 1 മാസത്തോളം മാത്രമേ കരളിനെ ബാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ലോങ് ടേം ഇഫക്ട്സ് ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഏറ്റവും അപകടകരമായുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും തന്നെയാണ്. ഡോക്ടർ, ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് കരളിനെ തകരാറിലാക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും സങ്കീർണതകളും എന്തൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അത് കരളിന് വീക്കം മാത്രമേ വരുത്തുന്നുള്ളൂ. ദീർഘകാലം നിലനിൽക്കുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ കരളിൽ വടുക്കൾ അഥവാ ഫൈബ്രോസിസും സിറോസിസും വരുത്തി അത് കാലക്രമേണ കരളിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും കരൾ ഫെയിലിയറും അതേപോലെ കരളിലെ ക്യാൻസറും അങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, മദ്യപാനവും ഫാറ്റി ലിവറും അതുപോലെ ഹെപ്പറ്റൈറ്റിസും ചേർന്നാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ തന്നെ കരളിന് കേടുപാടുകൾ വരുത്തുന്നുണ്ട്. അതിന് പുറമെ മദ്യപാനത്തിനും ഫാറ്റി ലിവറിനും കരളിൽ ഇരട്ടി വേഗത്തിൽ കരളിനെ നശിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് കരൾ പെട്ടെന്ന് തന്നെ കേടുവരികയും കരളിലെ കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഡോക്ടർ, പൊതുവെ എങ്ങനെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ ശരീരത്തിൽ പകരുന്നത്? അതുപോലെ എങ്ങനെയാണ് ഇത് ശരീരത്തിൽ നിലനിൽക്കുന്നത്? കരളിനെ ബാധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കരളിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഡീടോക്സിഫിക്കേഷനാണ്. അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ പോയ്സണസ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഭക്ഷണത്തിലൂടെയൊക്കെ ലഭിക്കുന്നത് കരളിലാണ് അത് നശിപ്പിക്കുന്നതും പുറന്തള്ളുന്നതും. കൂടാതെ കരളിൽ പ്രോട്ടീൻ്റെ ഉൽപ്പാദനം അങ്ങനെ പല പ്രവർത്തനങ്ങളും ശരീരത്തിന് അത്യാവശ്യമായുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കരളിൻ്റെ പ്രവർത്തനം നശിക്കുന്ന സമയത്ത് ഇതൊക്കെ ഈ പോയ്സണസ് സബ്സ്റ്റൻസസ് ഒക്കെ കരളിൽ അടിഞ്ഞുകൂടുകയും അത് ശരീരത്തിലെ മൊത്തം ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് സാധാരണ എന്താണ് ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം, അതേപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിവർ ഡിസീസസിൽ കരളിന് ശരീരം മൊത്തം നീര് വരിക, അതുപോലെ കരൾ മുഴുവനായിട്ട് തകരാറിലാകുമ്പോൾ
വയറിലെ പ്രഷർ കൂടി രക്തം ഛർദ്ദിക്കുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. ഡോക്ടർ, ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ശരീരത്തിൽ എത്ര നാൾ നിലനിൽക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ താരതമ്യേന കുറഞ്ഞ പീരീഡിൽ ശരീരത്തിൽ നിലനിൽക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും. മിക്കവാറും 1 മാസത്തിനുള്ളിൽ തന്നെ അവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് വരുന്ന അണുക്കൾ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും താരതമ്യേന ദീർഘനാൾ ശരീരത്തിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ചിലരിൽ ജീവിത അവസാനം വരെ ചിലപ്പോൾ കരളിൽ ഈ അണുബാധ ഉണ്ടാവാൻ സാധ്യതയും കരളിൽ കോംപ്ലിക്കേഷൻസ് വരുത്താനും സാധ്യതയുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. ഈ ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഇതിനെ പറ്റിയുള്ള അവബോധക്കുറവ് ഈ രോഗത്തെപ്പറ്റി അറിയാതെ പോകുന്നുണ്ടോ? അതായത് ഹെപ്പറ്റൈറ്റിസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണല്ലോ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വെള്ളത്തിലൂടെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും. രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയും പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഡിയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ശുദ്ധി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാനുള്ള പ്രധാന മാർഗം. നേരെ മറിച്ച് രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയും വരുന്ന ഈ അണുബാധ തടയുന്നതിന് പ്രധാനമായിട്ടും നമ്മൾ വാക്സിനേഷനാണ് ഉപയോഗപ്പെടുത്തുന്നത്. അത് കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ നമുക്ക് വാക്സിൻ നൽകാൻ പറ്റും. അതേപോലെ ഹൈ റിസ്ക് ഗ്രൂപ്പ്സ്, അതായത് ഈ ഡോക്ടേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, അതേപോലെ ഹീമോഡയാലിസിസ് പേഷ്യൻസ്, ഇവരിലെല്ലാം നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും വരാതിരിക്കാനുള്ള വാക്സിനേഷൻ നൽകാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളെ പറ്റി പറഞ്ഞു. ഈ ഒരു വൈറസ് എപ്പോഴാണ് പകരുന്നത്? അതുപോലെ ഇതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരുന്നത് എപ്പോഴാണ്? പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ഈ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ ഒരു തീം എന്താണെന്ന് വെച്ചാൽ ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എങ്ങനെ ഫലപ്രദമായി തടയാം, എങ്ങനെ അതിനെ ഫലപ്രദമായി ചികിത്സിക്കാം എന്നുള്ളതാണ് ഈ പ്രധാനമായിട്ട് ഈ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീം. അപ്പോൾ അതിന് നമുക്ക് സർക്കാർ തലത്തിൽ തന്നെ ഫലപ്രദമായ നടപടികൾ ചെയ്യുന്നുണ്ട്. എല്ലാ ചികിത്സയും എല്ലാ പരിശോധനകളും വളരെ സൗജന്യമായി തന്നെ എല്ലാ സർക്കാർ തലത്തിൽ നൽകുന്നുണ്ട്. 2018 മുതൽ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഇവിടെ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ ഈ സൗജന്യമായി എല്ലാ ലാബ് ടെസ്റ്റുകളിലും എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും മെഡിക്കൽ കോളേജുകളിലും എല്ലാം ലഭ്യമാണ്. അതുകൂടാതെ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് കുറച്ച് ചിലവുള്ള ടാബ്ലറ്റുകളാണ്. പക്ഷേ ഇതൊക്കെ തന്നെയും നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിൽ തികച്ചും സൗജന്യമായിട്ടാണ് നൽകി വരുന്നത്. ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് ബിയിൽ 2 ടാബ്ലറ്റാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്, ടീനോഫോവിറും എൻഡക്കാവിറും. അത് സൗജന്യമായി എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഈ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം നിലവിലുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് സി, അതിന് 3 മാസത്തെ ഫലപ്രദമായ ചികിത്സ കൊണ്ട് പൂർണ്ണമായി ഈ അസുഖം നമുക്ക് നിശേഷം തുടച്ചു നീക്കാൻ സാധിക്കും. അതിൽ നിന്നുള്ള ടാബ്ലറ്റുകൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സോഫോസ്ബോവിറും വെൽപറ്റാസ്വിറും എന്ന ടാബ്ലറ്റുകളാണ്. ഇത് തികച്ചും സൗജന്യമായി തന്നെയാണ് നമ്മുടെ സർക്കാർ നൽകി വരുന്നത്. ഇതുകൊണ്ട് തന്നെ വളരെയധികം ജനങ്ങൾ ഈ ചികിത്സ എടുക്കാൻ മുന്നോട്ട് വരികയും വളരെയധികം നമുക്ക് ഇതിൻ്റെ ചികിത്സയിൽ പുരോഗതി വരുത്താനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 2030 ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാനും ഇത് തുടച്ചു നീക്കാനും ഉള്ള ഒരു ലക്ഷ്യത്തിലാണ് വേൾഡ് ഹെൽത്ത് പ്രോഗ്രാം. അതിനെ സർക്കാർ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നടപ്പിലാക്കുകയാണ്. അപ്പോൾ ജനങ്ങളിൽ ഇതിൽ കൃത്യമായിട്ടുള്ള അവബോധം നൽകി അവരെ ചികിത്സയെടുക്കാൻ പ്രേരിപ്പിക്കുകയും ഈ അസുഖത്തിനെ നമുക്ക് ഒരുമിച്ച് തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഈ പ്രത്യേക തീം വെച്ചിട്ട് ഇതിൻ്റെ പ്രോഗ്രാം നടത്തുന്നത്. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് മധുവാണ്. മധു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. ഡോക്ടർ, ഈ ഹെപ്പറ്റൈറ്റിസ് പറയൂ മധു പറഞ്ഞോളൂ.
ഹെപ്പറ്റൈറ്റിസ് വരാതിരിക്കാൻ ആഹാരത്തിലും വെള്ളത്തിലുമുള്ള ശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും ചൂടാക്കിയാൽ പോരെ? ഹലോ മധു പറയൂ. സാറേ, ഈ ഹെപ്പറ്റൈറ്റിസ് വരാതിരിക്കാനുള്ള കാരണം ആഹാരത്തിലും വെള്ളത്തിലുമുള്ള ശുദ്ധി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും ചൂടാക്കിയാൽ പോരെ? അത് ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും ഇ അത് ഹെപ്പറ്റൈറ്റിസിലൂടെ പകരുന്നത്. ചൂടാക്കി കഴിച്ചാൽ ഇത് ഹലോ പറയൂ, പറഞ്ഞോളൂ. ഭക്ഷണം ചൂടാക്കി കഴിച്ചാൽ ഇത് ഒഴിവാക്കാവുന്നതല്ലേ? ഹലോ അതെ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാനുള്ള പ്രധാന വഴി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറമേ നിന്നുള്ള തണുത്ത വെള്ളം, ഉദാഹരണമായിട്ട് നമുക്ക് പാർട്ടികളിലൊക്കെ പോകുമ്പം ഈ വെൽക്കം ഡ്രിങ്കാണ് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നതിൽ ഒരു പ്രധാന കാരണക്കാരൻ. അതേപോലെ ഇപ്പോൾ നമ്മുടെ ഒരു ഭക്ഷണ രീതി എന്ന് വെച്ചാൽ പുറമേ തട്ടുകടകളിൽ നിന്നും ഒക്കെ തീരെ ശുചികരമായി അല്ലാത്ത ആഹാരങ്ങൾ ധാരാളം കഴിക്കുന്നുണ്ട്. അപ്പോൾ തിളപ്പിച്ച ഭക്ഷണം, തിളപ്പിച്ച വെള്ളം മാത്രം പുറമേ നിന്ന് കുടിക്കുക എന്നുള്ള ഒരു രീതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന എല്ലാ അണുബാധകളും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ഹലോ, ഓക്കെ, താങ്ക് യു. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ രക്തത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകളുടെ ലക്ഷണം പ്രകടമാകുന്നത് എപ്പോഴാണ്? അതുപോലെ ഇത്തരത്തിലുള്ള വൈറസ് ബാധ എത്ര നാൾ നിലനിൽക്കും? അപ്പോൾ ഇപ്പം രക്തത്തിലൂടെയുള്ള അണുബാധയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു സൈലൻ്റ് എപ്പിഡമിക് ആണ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് പ്രാഥമിക ഘട്ടത്തിൽ ഇതിന് യാതൊരു ലക്ഷണം തന്നെ പുറത്തോട്ട് കാണിക്കുകയില്ല. അതായത് രോഗി അറിയുന്നതേ ഇല്ല ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം. അപ്പോൾ കുറേ കഴിഞ്ഞതിന് ശേഷം അടുത്ത സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ രക്തം LFT പരിശോധന ചെയ്യുമ്പോൾ അതിൽ SGPT ലെവൽ കൂടിയിരിക്കുന്നുണ്ടാകും. അതായത് കരളിന് വീക്കമുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ സ്കാനിങ്ങും ഫൈബ്രോസ്കാൻ ആണ് പ്രധാനമായിട്ടും ഈ പ്രാഥമിക ഘട്ടത്തിലെ ഫൈബ്രോസിസ്, ലിവറിന് കട്ടിയാവുന്നത്, അതാണ് ഒരു സെക്കൻഡ് സ്റ്റേജിൽ നടക്കുന്നത്. അത് കണ്ടുപിടിക്കാനാണ് ഫൈബ്രോസ്കാൻ ടെസ്റ്റ് ഇപ്പോൾ വളരെ വ്യാപകമായി ഉപയോഗിച്ച് വരുന്നുണ്ട്. എല്ലാം തന്നെ അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പോൾ ഫൈബ്രോസ്കാൻ ടെസ്റ്റിൽ സാധാരണ നോർമൽ ലെവൽ ഒരു 7 താഴെയാണ്. അപ്പോൾ അതിൽ കൂടിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലിവറിന് കുറച്ചൊരു ഡാമേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്, ഫൈബ്രോസിസ് കുറച്ചുകൂടി കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയും നൽകിക്കഴിഞ്ഞാൽ അത് നമുക്ക് മുന്നോട്ടുള്ള പ്രോഗ്രഷൻ തടയാനും, അതായത് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിറോസിസ് ആണ്. സിറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിൽ വടുക്കൾ വരുന്ന ഒരു സ്റ്റേജാണ്. സിറോസിസ് വന്നു കഴിഞ്ഞാൽ ലിവറിൻ്റെ സ്ട്രക്ചർ ഡാമേജ് ആയി കഴിഞ്ഞു. അപ്പോൾ ആ സ്ട്രക്ചർ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അത് നോർമൽ ലിവറാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ, തുടക്കത്തിലുള്ള സ്റ്റേജിൽ തന്നെ, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു സൈലൻ്റ് ആയിരിക്കും. സെക്കൻഡ് സ്റ്റേജിൽ കരളിൻ്റെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന കരളിന് വീക്കം വരുന്ന സ്റ്റേജ്, ആ സ്റ്റേജിൽ നമുക്ക് രക്തപരിശോധനയിലെയും ഫൈബ്രോസ്കാനും ഒക്കെ വഴി നമുക്കിതിൻ്റെ ഈ അസുഖം മനസ്സിലാക്കാനും കൃത്യമായ ചികിത്സ നൽകി രോഗത്തിൻ്റെ പുരോഗതി തടസ്സപ്പെടുത്താനും അങ്ങനെ ലിവറിനെ രക്ഷിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജാണ് ഞാൻ പ്രധാനമായിട്ടും ഈ ഒരു പ്രോഗ്രാമിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ സൈലൻ്റായിട്ട് വന്ന് നമ്മുടെ ലിവറിനെ കംപ്ലീറ്റ് നശിപ്പിക്കുന്ന ഒരു അസുഖം. അപ്പോൾ ഇതിനെപ്പറ്റി ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗവൺമെൻറ് പ്രോഗ്രാമിലൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സ്ക്രീനിങ് നടത്തി ഹെപ്പറ്റൈറ്റിസ് B, C ചെക്ക് ചെയ്യുക, LFT പരിശോധന ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാനും അത് പൂർണ്ണമായിട്ടും ഈ അസുഖത്തെ പൂർണ്ണമായിട്ടും തടയാനും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് തടയാനും നമുക്ക് സാധിക്കുന്നതാണ്. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഷഫീഖാണ്. ഷഫീഖ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ. ഹലോ. ഷഫീഖ് പറയൂ. ഷഫീഖ് പറഞ്ഞോളൂ. സാർ, എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പൊ ആൾക്ക് കുറെ ദിവസമായിട്ട് നല്ലപോലെ പനി വന്നു. അങ്ങനെ വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ പെട്ടെന്ന് യൂറിൻ നല്ല കാപ്പി കളറിൽ യൂറിൻ പോയി. അപ്പൊ അതിനുശേഷം ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് തിരിച്ചറിയുന്നത്. 2-3 ആഴ്ച ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസ് നമ്മൾ
തിരിച്ചറിയാൻ ഈ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ സാർ നേരത്തെ തിരിച്ചറിയാൻ? അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ലക്ഷണം വെച്ചിട്ട് ഒരു ഷോർട്ട് പീരീഡിൽ ഒരു മഞ്ഞപ്പിത്തം വരികയും അങ്ങനെ ഒരു രോഗാവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഈ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് ഈ അവസ്ഥയെ വിശേഷിപ്പിക്കുന്നത്. അതായത് പെട്ടെന്ന് പിന്നെ മഞ്ഞ നിറം കാണുക, കണ്ണിൽ മഞ്ഞ നിറം കാണുക, മൂത്രത്തിൽ മഞ്ഞ നിറം കാണുക, അതേപോലെ വിശപ്പില്ലായ്മ ഉണ്ടാവുക, പനി ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒരു അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. സാധാരണ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വളരെ കൂടുതലായിട്ട് കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അപ്പോൾ രണ്ടാമതൊരു കാരണം ഹെപ്പറ്റൈറ്റിസ് ഇ ആണ്. പക്ഷേ ഇത് നോർത്ത് ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് കാണുന്ന അസുഖമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ധാരാളം അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഇവർ വഴി ഹെപ്പറ്റൈറ്റിസ് എയും ഇവിടെ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു 90% ആൾക്കാർക്കും അത് ഒരു മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറിപ്പോകും. പ്രത്യേക ഒരു മരുന്നുകളൊന്നും അതിന് ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള റെസ്റ്റും ഭക്ഷണവും മാത്രം യൂസ് ചെയ്താൽ മതിയാവും. പക്ഷേ അപൂർവമായിട്ട് ചിലരിൽ അതിൽ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ടുള്ള രക്തപരിശോധന നടത്തണം. എന്നിട്ട് അതിൽ കോംപ്ലിക്കേഷൻ ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടും ഈ SGPT ലെവലും ബിൽറൂബിൻ ലെവലും ഒന്ന് കുറയാതിരിക്കുക. അതേപോലെ ചിലർക്ക് അതിൽ ശരീരത്തിൽ ചൊറിച്ചിൽ അവതരിപ്പിക്കുക, അത് കോളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളിലൊക്കെ ചിലർക്ക് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞാലും ചിലപ്പോൾ SGPT ലെവൽ കുറഞ്ഞെന്ന് വരില്ല. അപ്പോൾ സാധാരണഗതിയിൽ അതൊക്കെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കും പിന്നെ ചിലർക്ക് ഷുഗർ അങ്ങനെ ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണ് സാധാരണയായിട്ട് കോംപ്ലിക്കേഷനിൽ പോകാറുള്ളത്. അപ്പോൾ സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരിൽ അങ്ങനെ കോംപ്ലിക്കേഷനൊന്നും പോകാറില്ല. അപ്പോൾ അവർക്ക് സാധാരണ ഒരു മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഈ അസുഖം മാറുന്നതാണ്. എന്തായാലും ശ്രദ്ധിക്കണം, ജാഗ്രത മാത്രമേ ആവശ്യമുള്ളൂ. പേടിക്കേണ്ട കാര്യങ്ങളൊന്നും അതിലുണ്ടാവാൻ സാധ്യതയില്ല. സാർ പിന്നെ നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മഞ്ഞപ്പിത്തം വന്നാൽ ഈ മഞ്ഞപ്പിത്തത്തിന്റെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, അത് എങ്ങനെയാണ് സാർ അതിന്റെ ഭക്ഷണക്രമം? അതെ നിങ്ങൾ ചോദിച്ചത് വളരെ വളരെ ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതെല്ലാവർക്കും സാധാരണ രോഗികളെല്ലാവരും OPയിൽ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണത്. അതെന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാരമ്പര്യ രീതി അനുസരിച്ചിട്ട് എല്ലാ ഭക്ഷണങ്ങളും വർജിക്കണം എന്നാണ് പറയുന്നത്. അതായത് മധുരം പാടില്ല, ഉപ്പ് പാടില്ല, കൊഴുപ്പ് പാടില്ല. ഇതാണ് അത് കാരണം കരൾ നമ്മുടെ ഒരു പ്രധാന അവയവമാണ്. അപ്പോൾ അതിന് റെസ്റ്റ് കൊടുക്കണം, അത് ശരി തന്നെ. അപ്പോൾ പ്രധാനമായിട്ടും കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ പക്ഷേ മിതമായ രീതിയിൽ ഉപ്പൊന്നും ഉപയോഗിക്കുന്നതിന് അങ്ങനെ ഒരു ശാസ്ത്രീയമായ തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആവശ്യത്തിനുള്ള രുചിക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. അപ്പം ലിവറിന് കൂടുതൽ ആയാസം ഉണ്ടാക്കുന്ന കൊഴുപ്പുള്ള ഭക്ഷണം, അത് പ്രധാനമായിട്ടും മാംസം, ഇതൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് നിയന്ത്രിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും മുഖ്യം. പ്രധാനമായിട്ട് റെസ്റ്റാണ്, ലിവറിന് റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ റെസ്റ്റ് കൊടുത്തില്ലെങ്കിലാണ് നമുക്ക് കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളത്. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ, ഓക്കെ. ഡോക്ടർ, ഈ ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ? ഈ വാക്സിൻ കൊണ്ട് നമുക്കിത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുമോ? അതെ, തീർച്ചയായും. ഈ ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ ഒരു പ്രധാന ഒരു അവബോധം നൽകുന്നത് ഹെപ്പറ്റൈറ്റിസ് നമുക്ക് തടയാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വാക്സിൻ കുറേ വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കരളിലെ ക്യാൻസറാണ് ഇതിൻ്റെ പ്രധാന ഒരു കോംപ്ലിക്കേഷൻ. അത് വളരെയധികം തടയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് 3 ഡോസാണ് വാക്സിൻ എടുക്കുന്നത്. അപ്പം ആ വാക്സിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ തന്നെ നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ബി തടയാൻ സാധിക്കുന്നതാണ്. അത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം പ്രകാരം ജനിച്ച ഒരു കുഞ്ഞിന് ബാക്കിയുള്ള ഈ പോളിയോ അതേപോലുള്ള ബാക്കിയുള്ള അസുഖങ്ങളുടെ പോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഹൈ റിസ്ക് ഗ്രൂപ്പ്, അപ്പം രക്തത്തിൽ കൂടിയും ഈ സിറിഞ്ച് യൂസ് ചെയ്യുന്നതിൽ കൂടിയും കിട്ടാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾ, അതായത്
ഡോക്ടേഴ്സ്, പാരാമെഡിക്കൽസ്, ഈ ഹെൽത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നൽകും. അതേപോലെ തന്നെ ഈ ഡയാലിസിസ് പേഷ്യൻസ്, ഈ ഡയാലിസിസ് മെഷീനിൽ ഈ ബ്ലഡൊക്കെ വരുന്നതുകൊണ്ട് പലർക്കും ഡയാലിസിസ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടാറുണ്ട്. അപ്പോൾ അവർക്കും നമ്മൾ വാക്സിൻ കൊടുക്കാറുണ്ട്. ഇതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും വാക്സിൻ ഉണ്ട്. പക്ഷേ അത് വളരെ എല്ലാവർക്കും എടുക്കേണ്ട കാര്യമില്ല. കാരണം അതും ഹൈ റിസ്ക് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് നമ്മുടെ പല സ്റ്റുഡൻസും ഈ പുറം സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പം ഭക്ഷണത്തിനൊക്കെ കൃത്യമായ ശുചിത്വം ഉറപ്പാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ കുറേ വിദ്യാർത്ഥികൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നൽകാം. അത് 2 ഡോസാണ് ഉപയോഗിക്കുന്നത്. അത് 1 വർഷം വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാം. അപ്പം സാധാരണഗതിയിൽ ശുചിയായ ഭക്ഷണം, നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളവും നല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഒരു പരിധി വരെ തടയ്ക്കാം. അതിനുപരിയായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വാക്സിനും ഉപയോഗിക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ. സംശയങ്ങളുമായ ഒരു പ്രേക്ഷകൻ കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശശാങ്കനാണ്. ശശാങ്കൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ശശാങ്കൻ പറഞ്ഞോളൂ. സാറേ, ഇത് എന്റെ വൈഫിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഓക്കെ. സാറേ, ഇത് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. ശശാങ്കൻ നായരാണ്. എന്റെ പറഞ്ഞോളൂ ശശാങ്കൻ നായർ. എന്റെ വൈഫിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പുള്ളിക്കാരി ഇരുന്ന ഇരിപ്പില് ബ്ലഡ് ഛർദിച്ചു. നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് അവര് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് വിട്ടു. ഹലോ. അപ്പൊ അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എല്ലാം ടെസ്റ്റുകൾ ചെയ്ത് എൻഡോസ്കോപ്പി ചെയ്തു. കുറച്ച് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ പിന്നെയും ബ്ലഡ് ഛർദിച്ചു. അവിടുന്ന് PRS കൊണ്ടുപോയി രാകേഷ് സാറിന്റെ അടുത്ത് കൊണ്ടുപോയി ഇപ്പൊ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, ഇങ്ങനെ മാസം തോറും ഇങ്ങനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ രോഗാവസ്ഥ എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് രക്തം ഛർദ്ദിക്കുക. അപ്പോൾ അത് ലിവറിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ ഒരു സിറോസിസ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ്. സിറോസിസ് ആയി കഴിഞ്ഞതിന് ശേഷം ലിവറിനകത്ത് പ്രഷർ കൂടുകയും പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥയുണ്ടാവുകയും തൽഫലമായിട്ട് ഈ അന്നനാളത്തിൽ രക്തക്കുഴൽ തടിച്ച് അത് പൊട്ടിയിട്ടാണ് ഈ രക്തം വരുന്നത്. അതാണ് നിങ്ങളുടെ പറഞ്ഞ രോഗാവസ്ഥ. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഈ കരളിൻ്റെ അസുഖം വരാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല. സാധാരണഗതിയിൽ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഫാറ്റി ലിവർ ഡിസീസിൻ്റെ ഭാഗമായിട്ട് കരളിന് അസുഖം വരാം. അതല്ലാതെ ഈ നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ വൈറസ് ഉള്ള ആൾക്കാർക്കും കരളിൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് സിറോസിസ് വരാം. അപ്പോൾ ഇപ്പം സിറോസിസ് അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള രക്തപരിശോധനയും ചികിത്സയും മരുന്നുകളും ഉപയോഗിച്ചിട്ട് ഒരു പരിധി വരെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പം പിന്നെ സിറോസിസിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പേഷ്യൻസിന് ഒരുപക്ഷെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യവും ആലോചിക്കേണ്ടി വരാം. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് വിവാഹം, ഗർഭധാരണം എന്നിവയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഇപ്പോൾ പറഞ്ഞ ചോദ്യം വളരെ വളരെ ഇറലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇപ്പോൾ ഇതൊരു ഹെപ്പറ്റൈറ്റിസ് ബി ഒരു സാമൂഹികമായിട്ടുള്ള കുറേ ഇംപ്ലിക്കേഷൻസും കൂടി ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. കാരണം ഇതിനെപ്പറ്റി കുറേ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെപ്പറ്റി വളരെയധികം തെറ്റിദ്ധാരണമായ വിവരങ്ങളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വിവാഹത്തിനൊന്നും ഇതൊരു തടസ്സമല്ല. പക്ഷേ ഇത് ഹെപ്പറ്റൈറ്റിസ് ബി ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഡോക്ടർ ഞാനൊന്ന് ഇടപെടുകയാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ കെ സന്ദേശാണ്. ഡോക്ടർ, നന്ദി.